ഹെഡ്ഗേവാർ RSS സ്ഥാപക നേതാവ് എന്നതിലുപരി രാജ്യത്തിന് വേണ്ടി എന്ത് സംഭാവന ചെയ്തതിന്റെ പേരിലാണ് ഈ നൈപുണ്യ വികസന കേന്ദ്രത്തിന് അദ്ദേഹത്തിന്റെ പേരിടുന്ന ന്യൂസ് പ്ലസ് ചോദിക്കുന്നു. ഹെഡ്ഗേവാറിന് ഇവിടെ എന്ത് കാര്യം പറയൂ. നഗരസഭയുടെ പദ്ധതിക്ക് ഇത്തരത്തിലുള്ള ആളുകളുടെ പേര് ഉൾപ്പെടുത്താൻ പാടുള്ളൂ എന്ന് ഇന്ത്യൻ ഭരണഘടനയിൽ എവിടെയും പറഞ്ഞിട്ടുണ്ടോ? സ്വാതന്ത്ര്യ സമര പോരാട്ടം നടത്തി അദ്ദേഹം ജയിലിൽ പോയതിന്, ആ ജയിലിൽ നിന്ന് തിരിച്ച് ഇറങ്ങുന്ന സമയത്ത് അദ്ദേഹത്തെ സ്വീകരിക്കുന്നതിന് ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ അച്ഛൻ മോത്തിലാൽ നെഹ്റു പോയിട്ടുണ്ട്. 1931 വനസത്യാഗ്രഹം നടത്തിയതിന് അദ്ദേഹം ജയിലിൽ പോയി. ഡോക്ടർ ഹെഡ്ഗേവാറിന്റെ പേരല്ലാതെ അജ്മൽ കസബിന്റെ പേരാണോ അവിടെ തുടങ്ങുന്ന പദ്ധതിക്ക് ഇടേണ്ടതായിട്ടുള്ളത്? ഡോക്ടർ കേശവ് ബൽറാം ഹെഡ്ഗേവാർ സ്വാതന്ത്ര്യ സമര പോരാട്ടം നടത്തി ജയിലിൽ പോയിരുന്നു എന്നതിന് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടോ? സംശയമില്ല, ജയിലിൽ പോയിട്ടുണ്ട്. നിഷേധിക്കുന്നില്ല, സംശയമില്ല, പോയിട്ടുണ്ട്. അങ്ങനെ സ്വാതന്ത്ര്യ സമര പോരാട്ടം നടത്തി അദ്ദേഹം ജയിലിൽ പോയിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് അദ്ദേഹത്തിന്റെ പേര് ഇവിടെ ഒരു സ്ഥാപനം തുടങ്ങുന്നതിന് നാമകരണം ചെയ്യുന്നുള്ള ആയിരക്കണക്കിന് പേർ പോയിട്ടുണ്ട് ജയിലിൽ. ആയിരക്കണക്കിന് പേർക്ക് ജീവൻ നഷ്ടമായിട്ടുണ്ട്. അടുത്ത പരിപാടി തുടങ്ങുന്ന സമയത്ത് ഇതുപോലുള്ള നിരവധി സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പേരുള്ള പുതിയ സംഭവങ്ങൾ ഞങ്ങൾ ആരംഭിക്കുന്ന സമയത്ത് അതിന്റെ പേരുകൾ കൊടുക്കും. അല്ലാതെ കോൺഗ്രസ് പാർട്ടിയെ പോലെ ഞങ്ങളുടെ അച്ഛന്റെ മുത്തച്ഛന്റെ അമ്മയുടെ പേരിൽ സ്ഥാപനങ്ങൾ വേണമെന്ന് ആരും ആഗ്രഹിക്കുന്നില്ല. ഇവിടെ അദ്ദേഹം ജയിൽവാസം അനുഷ്ഠിച്ചിരുന്നത് നിങ്ങൾക്ക് പോലും ബുദ്ധിമുട്ട്. ഇവിടെ ഇത്തരത്തിലുള്ള ലക്ഷക്കണക്കിന് വരുന്ന യുവതി യുവാക്കൾക്ക് ദേശീയ ബോധത്തോടുകൂടി പ്രവർത്തിക്കുവാനുള്ള പ്രേരണ നൽകി എന്നത് തന്നെയാണ് അദ്ദേഹത്തിന്റെ പേര് നൽകുന്നതിനുള്ള മാനദണ്ഡം. ഇനി ഇന്ത്യൻ ഭരണഘടനയിൽ എവിടെയെങ്കിലും ഇത്തരത്തിലുള്ള ആളുകളുടെ പേര് കൊടുക്കേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടോ? മലപ്പുറത്ത് ഹിന്ദു വംശഹത്യ നടത്തിയ മഞ്ചേരിയിലെ ആലി മുസ്ലിയാരുടെ പേരുള്ള സ്മാരകം, തിരൂരിൽ വാര്യംകുന്നതിന് വേണ്ടിയുള്ള സ്മാരകം, മലപ്പുറത്ത് ചേക്കോട് പഞ്ചായത്തിലെ വാര്യംകുന്നതിന്റെ സ്മാരകം പണിയുന്നതിന് ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. ഇതൊക്കെ എന്ത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഇവർ നടത്തിയ മാനദണ്ഡം എന്തായിരുന്നു? ഹിന്ദു വംശഹത്യക്ക് നേതൃത്വം കൊടുത്തു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഇത്തരത്തിലുള്ള ഭീകരവാദ പ്രവർത്തനങ്ങളൊന്നും നടത്തിയിട്ടില്ല. സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ പങ്കെടുത്തിട്ടുണ്ട്, ജയിൽവാസം അനുഷ്ഠിച്ചിട്ടുണ്ട്, ലക്ഷക്കണക്കിന് വരുന്ന ആളുകൾക്ക് ദേശീയ ബോധത്തോടുകൂടി പ്രവർത്തിക്കാനുള്ള പ്രേരണ നൽകിയിട്ടുണ്ട്. ഇത് തന്നെയാണ് അദ്ദേഹത്തിന് പേര് നൽകുന്നതിനുള്ള മാനദണ്ഡം എന്ന് പറയുന്നത്.